ഇവർക്ക് ബെയിൽ കൊടുത്തു എന്നുള്ളത് കൊണ്ട് എന്താണ് നഷ്ടം? ഞങ്ങൾ ഈ കേസ് ഗംഭീരമായി അന്വേഷിക്കുകയാണ്, ബെയിൽ കൊടുക്കരുത്. ബട്ട് ബെയിൽ കൊടുക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ ഇവർക്ക് കൃത്യമായ വകുപ്പുകൾ വയ്ക്കൂ, കൃത്യമായ നിബന്ധനകൾ വയ്ക്കൂ, ആൾജാമ്യം കൊടുക്കൂ, ഇവരുടെ പാസ്പോർട്ട് പിടിച്ചു വയ്ക്കൂ, അല്ലെങ്കിൽ 15 കിലോമീറ്റർ ചുറ്റളവിൽ ഇവർ താമസിച്ചിരിക്കണം, അവർ എല്ലാ ദിവസവും ഒന്ന് ഒപ്പിടണം, ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ പറയാം. അതൊന്നും പറയാതെ ജാമ്യം കൊടുക്കരുത് എന്ന് പറഞ്ഞത് അവരുടെ ഛത്തീസ്ഗഡ് സർക്കാരിന് വേണ്ടി, ഛത്തീസ്ഗഡിലെ ജനത്തിന് വേണ്ടി, ഛത്തീസ്ഗഡിലെ BJPക്ക് വേണ്ടി നടത്തിയ നാടകമാണ്. അവർക്ക് വേണ്ടിയിട്ട് ഇത് പറയാൻ പറ്റും. ഇതിങ്ങനെ പറഞ്ഞില്ലെങ്കിൽ തിരിച്ചങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല. കാരണം വെറുപ്പിൽ, മുസ്ലിങ്ങളോടും ക്രിസ്ത്യാനികളോടുള്ള വെറുപ്പിൽ കെട്ടിപ്പൊക്കിയ കോട്ടയാണ് ഛത്തീസ്ഗഡിലെ BJP സർക്കാർ, ഛത്തീസ്ഗഡിലെ BJP രാഷ്ട്രീയം, ഒരു പക്ഷേ ഛത്തീസ്ഗഡിലെ മുഴുവൻ രാഷ്ട്രീയവും. അപ്പോൾ കേരളത്തിൽ അത്യാവശ്യം എക്കണോമിക്കലി അഫ്ലുവൻ്റായ, സാമ്പത്തികമായി മാത്രമല്ല സാമൂഹ്യമായി മുൻനിരയിൽ നിൽക്കുന്ന സുറിയാനി ക്രിസ്ത്യാനികളും ആയ കത്തോലിക്കർ, മർത്തോമക്കാർ, അതുപോലെ തന്നെ ഓർത്തഡോക്സ് വിഭാഗങ്ങൾ ഇവരെ കൂടെ കൂട്ടുന്നത് പോലെയല്ല. അതിന് BJPക്ക് നഷ്ടമൊന്നും വരില്ല. കാരണം BJPയോട് കൂടെ നിൽക്കുന്ന ഹിന്ദു സമുദായത്തിന് ഇവരോട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഛത്തീസ്ഗഡിൽ നിങ്ങൾ പോയി ക്രിസ്ത്യാനികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു എന്ന് തോന്നിയാൽ കളി മാറും. എന്താണ് കാരണമെന്നറിയാമോ? ഛത്തീസ്ഗഡിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അവിടെയുള്ള ആദിവാസി വിഭാഗങ്ങളെ ഹിന്ദു സംസ്കാരത്തിലേക്ക്, ഇൻകോട്ട്സ് ഹിന്ദു സംസ്കാരത്തിലേക്ക്, RSS സംസ്കാരത്തിലേക്ക് സ്വാംശീകരിക്കാൻ ശ്രമിക്കുന്ന വലിയൊരു പദ്ധതി നടന്നുകൊണ്ടിരിക്കുകയാണ്.